വില്വാദ്രി മലകളുടെ പടിഞ്ഞാറ് ഉയർന്ന നിരപ്പിലും ഭാരതപ്പുഴയുടെ തെക്കേ തീരത്തുമായി അസാമാന്യ വലിപ്പമുള്ള ഈ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. 37 വട്ടം മഹാക്ഷത്രിയരെ മുടിച്ച പാപത്തിൽ നിന്നും മുക്തി നേടുവാൻ വഴി കാണാതെ അലഞ്ഞിരുന്ന പരശുരാമന് പരമശിവൻ കൈലാസത്തിൽ താൻ നിത്യപൂജ നടത്തിയിരുന്ന വിഷ്ണു വിഗ്രഹം നൽകി അനുഗ്രഹിക്കുകയുണ്ടായി. ഈ ദിവ്യവിഗ്രഹം പ്രതിഷ്ഠിക്കാൻ വില്വാമല തന്നെ വിശേഷപ്പെട്ടതെന്ന് കരുതി പരശുരാമൻ ലോകാനുഗ്രഹത്തിനായി പ്രതിഷ്ഠിച്ചതാണ് കിഴക്കേ ശ്രീകോവിലിലെ വിഗ്രഹം. പടിഞ്ഞാറ് കഠിന തപസ്സിലൂടെ ആമലക മഹർഷി പ്രത്യക്ഷപ്പെടുത്തിയ അനന്തപരിസേവിതമായ വിഷ്ണു വിഗ്രഹം മഹർഷിയുടെ അഭീഷ്ടമനുസരിച്ച് ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം നൽകാൻ സ്വയംഭൂ വിഗ്രഹമായി നിത്യസാന്നിധ്യം ചെയ്യുന്നുവെന്നുമാണ് ഐതിഹ്യം. ഈ വിഗ്രഹങ്ങൾ ശ്രീരാമനും ലക്ഷ്മണനുമാണെന്ന് ഭക്തജനങ്ങൾക്കിടയിൽ വിശ്വാസമുണ്ട്. പരശുരാമ താൽപര്യാർത്ഥം വിശ്വകർമാവ് നിർമ്മിച്ച പുനർജനി ഇവിടെയാണ്. ക്ഷേത്രത്തിലേക്ക് അടുക്കാൻ വയ്യാതായിട്ടും ആസുരശക്തികൾ അകന്നുനിന്ന് അക്രമം പ്രവർത്തിക്കുകയും അഗ്നിബാധയ്ക്കിരയാക്കുകയും ചെയ്തതിനെ തുടർന്ന് രാക്ഷസ ശത്രുവായ സാക്ഷാൽ ശ്രീ ഹനുമാൻ തന്നെ ഇവിടെ സന്നിഹിതനായി ക്ഷേത്രം കാവലേറ്റെടുത്തതിന്റെ ഫലമാണത്രേ ഇന്ന് ഈ കാണുന്ന ഹനുമത് പ്രതിഷ്ഠ. ഹനുമാനെ ദർശിച്ച് പ്രദക്ഷിണം തുടരുമ്പോൾ തെക്കുഭാഗത്ത് വില്വമാമലയ്ക്ക് താഴെയായി ഭൂരികാരുണ്യപ്രഭനായ ഭൂതനാഥന്റെ സന്നിധാനം കാണാം. വില്വാദ്രിനാഥ ക്ഷേത്രത്തിലെ നിത്യനിദാന ചെലവുകൾ എന്നും കേട്ട് തൃപ്തിപ്പെട്ടിരുന്ന ഹരിഹരപുത്രൻ ഹരനോടും ഗൗരിയോടും ചേർന്ന് ഒരേ പീഠത്തിൽ അമരുന്ന കാഴ്ച ആരെയും പുളകം കൊള്ളിക്കും. ഇന്നും ഈ ക്ഷേത്രത്തിൽ നിന്ന് തന്നെയാണ് ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രത്തിലെ തൃപ്പുത്തരിക്കുള്ള അരി എഴുന്നള്ളിച്ചു കൊണ്ടുപോകാറുള്ളത്. എല്ലാ ദേവീദേവന്മാരുടെയും വിശിഷ്യ ശ്രീ ഗുരുവായൂരപ്പന്റെയും സാന്നിധ്യം അവകാശപ്പെടുന്ന പടിഞ്ഞാറേ മൂലയിൽ നിൽക്കുന്ന അശ്വത്ഥം പ്രദക്ഷിണം വയ്ക്കുന്നത് അനന്ത പുണ്യദായകമാണ്. ആമലക മഹർഷി തപസ് ചെയ്തിരുന്ന സരസ്വതി കുണ്ടാണിത്. വിദ്യാലാഭത്തിന് വിശേഷപ്പെട്ട ഇവിടെ ഹരിശ്രീ കുറിച്ച് കല്ലുകൾ പെറുക്കി മേൽക്കുമേൽ വെച്ച് സമാധിസ്ഥനായ ആമലക മഹർഷിയെ സ്മരിക്കുന്നതോടെ ഗംഗാസ്നാനം, ദേവദർശനം, ഗിരിപ്രദക്ഷിണം എന്നീ 3 പുണ്യകർമ്മങ്ങളുടെ ഫലത്തിന് അവകാശിയായിത്തീരും. നിറമാലയും ഏകാദശിയുമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവങ്ങൾ. കന്നിമാസത്തിലെ 30 വ്യാഴാഴ്ചയാണ് കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന നിറമാലയായി ആഘോഷിക്കുന്നത്. കുംഭമാസത്തിലെ കറുത്ത ഏകാദശിയാണ് തിരുവില്വാമല ഏകാദശി.